വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയോളജിയിൽ നമ്മളെ വിസർജന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കണം. അപ്പോൾ വിസർജന വ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ വിസർജന വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവങ്ങളാണ് വൃക്ക, അതുപോലെ തന്നെ കരള്, ത്വക്ക് തുടങ്ങിയവ. അതിൽ നമ്മൾ ഇന്ന് വൃക്ക എന്ന് പറയുന്ന അവയവത്തെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡെഫിനേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരീരത്തില് ഉപാപചയ പ്രവർത്തനം നടക്കും. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? വിസർജ്യ വസ്തുക്കൾ ഉണ്ടാകും. ആ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വിസർജനം എന്ന് വിളിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങളാണ് വൃക്ക, അതുപോലെ കരള്, അതുപോലെ ത്വക്ക് തുടങ്ങിയവ കേട്ടോ. അപ്പൊ നമ്മൾ വൃക്കയെ കുറിച്ചാണ് പഠിക്കണേ. വൃക്കയെ കുറിച്ചുള്ള പഠനത്തെ നെഫ്രോളജി എന്ന് വിളിക്കുന്നു. എന്താ വൃക്കയെ കുറിച്ചുള്ള പഠനം? നെഫ്രോളജിയാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് വൃക്കയെ കുറിച്ചുള്ള പഠനം. അപ്പൊ വൃക്കയെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ വിളിക്കുക? നെഫ്രോളജി എന്നാണ് വിളിക്കുക. രക്തത്തിലെ വിഷപദാർത്ഥങ്ങൾ, അതായത് രക്തത്തിലെ വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങളെ ആരാണ് അരിച്ചു മാറ്റുന്നത്? അരിച്ചു മാറ്റുന്നത് വൃക്കയാണ്. അപ്പോ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്. ഒരു വൃക്കയ്ക്ക് ഏകദേശം 150 ഗ്രാം ഭാരമുണ്ട്. ഒരു വൃക്കയ്ക്ക് എത്ര ഭാരമുണ്ട്? 150 ഗ്രാം. മനുഷ്യ ശരീരത്തില് ഒരു ജോഡി വൃക്കകളാണുള്ളത്. എത്രണ്ണാണുള്ളത്? ഒരു ജോഡി വൃക്കകളാണുള്ളത്. വൃക്കയുടെ ആകൃതി എന്താണ്? പയർ വിത്തിന്റെ ആകൃതിയാണ്. വൃക്കയ്ക്ക് എന്തിന്റെ ആകൃതിയാണ്? പയർ വിത്തിന്റെ ആകൃതിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. ഒരു വൃക്കയുടെ ശരാശരി ഭാരം 150 ഗ്രാം ആണ്. ഒരു ജോഡി വൃക്കകൾ മനുഷ്യ ശരീരത്തിലുണ്ട്. നമ്മുടെ വൃക്കയുടെ ആകൃതി എന്ന് പറയുന്നത് പയറുവിത്തിന്റെ ആകൃതിയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ രക്തത്തിലുള്ള വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്നു എന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്നതും വൃക്കയെയാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. ക്ലിയർ ആയോ? മനുഷ്യ ശരീരത്തിലെ അരിപ്പയും വൃക്കയാണ്. ഇനി യൂറിയ, അതുപോലെ തന്നെ വൈറ്റമിനുകള്, ലവണങ്ങള്, ശരീരത്തിന് ദോഷകരമായിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്നതും വൃക്കയാണ്. അപ്പൊ എന്തിനൊക്കെയാണ്? അതായത് യൂറിയ, അതുപോലെ തന്നെ മറ്റ് വിറ്റാമിനുകൾ, യൂറിയ, അതുപോലെ തന്നെ വിറ്റാമിനുകൾ, പിന്നെ അതുപോലെ തന്നെ ലവണങ്ങൾ. എന്താണ് ലവണങ്ങൾ? പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ശരീരത്തിന് ദോഷകരമായിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ, അതായത് എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളൊക്കെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുകയും അത് എന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറം തള്ളുകയും. മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറം തള്ളുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് ആരാണ്? വൃക്കയാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമിന്റെ പേര് എന്താണ്? വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേര് റെനിൻ എന്നാണ്. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ്? റെനിൻ ആണ്. എന്താണ്? റെനിൻ ആണ്. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം റെനിൻ ആണ്. ഇനി ഓരോ വൃക്കയുടെയും, രണ്ട് വൃക്കയുണ്ട് അല്ലേ? ഓരോ വൃക്കയുടെയും ഉൾവശത്തുള്ള സൂക്ഷ്മ അരിപ്പകൾ, അതായത് വൃക്കയുടെ എവിടെ കാണുന്നു? ഉൾവശത്ത് കാണപ്പെടുന്ന, വൃക്കയുടെ ഉൾവശത്ത് കാണപ്പെടുന്ന സൂക്ഷ്മമായ അരിപ്പകളെ എന്ത് വിളിക്കുന്നു? നെഫ്രോണുകൾ എന്ന് വിളിക്കുന്നു. വൃക്കയുടെ ഉൾവശത്ത് കാണപ്പെടുന്ന സൂക്ഷ്മ അരിപ്പയാണ് നെഫ്രോണുകൾ എന്നറിയപ്പെടുന്നത്. നെഫ്രോണുകൾ അതായത് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ചോദിക്കുള്ളൂ. വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും നമ്മൾ എന്താ പറയണ്ടേ? നെഫ്രോണ പറയണ്ടേ. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ടെന്ന്. ഓരോ വൃക്കയുടെ ഉള്ളില്
12 ലക്ഷത്തോളം എന്തുണ്ട്, നെഫ്രോണുകൾ ഉണ്ട് എന്നാ പറയണേ. ഇനി വൃക്ക എന്തൊക്കെയാ കാര്യങ്ങളാ ചെയ്യണേ? ഒന്ന്, വൃക്ക എന്തു ചെയ്യും? മാലിന്യങ്ങൾ, നമ്മൾ ആദ്യം അതാണ് പഠിച്ചത് അല്ലെ, രക്തത്തിലുള്ള മാലിന്യം. അപ്പൊ മാലിന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാലിന്യത്തെ എന്ത് ചെയ്യും? പുറന്തള്ളും. ഇങ്ങനെ ഒരു കാര്യം ആര് ചെയ്യും? വൃക്ക ചെയ്യും. അപ്പൊ ആദ്യം ചെയ്യും മാലിന്യത്തെ പുറന്തള്ളും. ഇനി അടുത്തത് വൃക്ക എന്താണ്? ജലസന്തുലനം. ശരീരത്തില് ജലസന്തുലനം നടത്തുന്നതും വൃക്കയാണ്. അടുത്തത് ലവണ സന്തുലനം നടത്തുന്നു. അപ്പൊ ആവശ്യമില്ലാത്ത ജലത്തെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ലവണത്തെ ഒക്കെ ആവശ്യമുള്ളതിനെ പിടിച്ചു നിർത്തി ആവശ്യമില്ലാത്തതിനെ പുറത്തു കളയാണ്. അതുപോലെ തന്നെ പി എച്ചും ക്രമീകരിക്കുന്നു. എന്താണ് പി എച്ച് ക്രമീകരണം? ഇതൊക്കെ വൃക്ക ചെയ്യണ കാര്യങ്ങളാണ്. നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. മാലിന്യം പുറന്തള്ളും, ജലസന്തുലനം നടത്തും, ലവണ സന്തുലനം നടത്തും, പി എച്ച് ക്രമീകരണം നടത്തും. ഇതൊക്കെ ആര് ചെയ്യുന്നതാണ്? വൃക്ക ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അപ്പൊ പല രീതിയിൽ മൂത്രമായിട്ടൊക്കെ പുറന്തള്ളുണ്ടാവുമല്ലോ വിസർജനങ്ങള്. അങ്ങനെ ശരീരത്തില് 24 മണിക്കൂറിനുള്ളില് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തിയില് ഒരു ദിവസം, 24 മണിക്കൂർ എന്ന് വേണ്ട, ഒരു ദിവസം നിർമ്മിക്കുന്ന മൂത്രത്തിന്റെ അളവ്, ഒരു ദിവസം നിർമ്മിക്കുന്ന മൂത്രം എന്ന് പറയുന്നത് 5 മുതൽ 6.5 ലിറ്റർ വരെ നമ്മുടെ ശരീരത്തിൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ 1 മുതൽ 1.5 ലിറ്റർ വരെ മൂത്രമാണ് പുറന്തള്ളുന്നുള്ളൂ. അപ്പൊ പുറന്തള്ളുന്ന മൂത്രം 1 to 1.5 ലിറ്റർ ആണ്. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഒരു ദിവസം നിർമ്മിക്കുന്ന മൂത്രത്തിന്റെ അളവ് 5 മുതൽ 6.5 ലിറ്റർ വരെയാണ്. പുറന്തള്ളുന്നത് 1 മുതൽ 1.5 ലിറ്റർ വരെയാണ്. ഈ മൂത്രത്തിലെ പി എച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, മൂത്രത്തിന്റെ പി എച്ച് ആ ചോദിക്കണേ വെച്ചാൽ പി എച്ച് മൂല്യം 6ആണ്. മൂത്രത്തിന്റെ പി എച്ച് എത്രയാ പറയാം? 6ആണ്. മൂത്രത്തിൽ എത്രമാത്രം ജലമുണ്ട്? മൂത്രത്തില് 96% വെള്ളമാണ്. മനസ്സിലായോ? 96% വെള്ളമാണ്. മൂത്രത്തിൽ ഏത് ആസിഡ് അടങ്ങിയിരിക്കണേ? മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡ് ആണ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡ് ആണ്. മൂത്രത്തിന് ഒരു മഞ്ഞ നിറമാണ് ഉണ്ടാവുക. ആ മഞ്ഞ നിറത്തിന് കാരണം എന്താ അറിയോ നിങ്ങൾക്ക്? യൂറോക്രോം എന്നാണ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? യൂറോക്രോം ആണ്. എന്താണ്? യൂറോക്രോം ആണ്. ഇനി മൂത്രത്തിന്റെ നിർമ്മാണത്തിന് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മൂത്ര നിർമ്മാണത്തിന് മൂത്ര നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. എന്താണ്? വാസോപ്രസിൻ ആണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? നിങ്ങൾക്ക് എന്തൊക്കെയാ പറഞ്ഞേ? പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം നമ്മൾ 5 മുതൽ 6.5 ലിറ്റർ വരെ മൂത്രമൊക്കെ എന്താണ് നിർമ്മിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാൽ പുറന്തള്ളുന്നത് 1 മുതൽ 1.5 ലിറ്റർ വരെയുള്ളൂ. മൂത്രത്തിന്റെ പി എച്ച് 6ആണ്. മൂത്രത്തിലെ ജലത്തിന്റെ അളവ് 96%. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് യൂറിക് ആസിഡ് ആണ്. മൂത്രത്തിന്റെ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു യൂറോക്രോം ആണ്. മൂത്രത്തിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ ആണ്. ഏതാണ്? വാസോപ്രസിൻ ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് വൃക്കകൾ തകരാറിലാകുവാണെന്ന് വിചാരിക്കാം. അങ്ങനെ അപ്പൊ വൃക്ക തകരാറിലായാൽ നമ്മുടെ ശരീരത്തില് വൃക്ക എന്ത് വരികയാണ്? തകരാറിലാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തകരാറിലാകുന്ന സമയത്ത് എന്താ ചെയ്യണേ? നമ്മൾ ഡയാലിസിസ് ചെയ്യാറുണ്ട് അല്ലേ? തകരാറിലാകുന്ന സമയത്ത് കൃത്രിമ വൃക്കയിലൂടെ എന്താ ചെയ്യുക? കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹീമോഡയാലിസിസ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ഹീമോഡയാലിസിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കാട്ടോ. ഹീമോഡയാലിസിസ് എന്താണെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ശരീരത്തില് നമ്മുടെ വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിടുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നു. ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറെ എന്ന് പറയുന്ന ആളാണ്. ഡോക്ടർ ജോസഫ് ഇ മുറെ. ആരാണ്? ഡോക്ടർ ജോസഫ് ഇ മുറെ. ഇദ്ദേഹമാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആള്. ആദ്യത്തെ കൃത്രിമ വൃക്ക
രൂപകൽപ്പന ചെയ്തത്, ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? വില്യം ജോഹാൻ കോഫ് ആണ്. ആരാണ്? വില്യം ജോഹാൻ കോഫ് ആണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. ഇനി ഡയാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ഡയാലിസിസ് യൂണിറ്റിൽ എന്ത് വരാൻ പാടില്ല? രക്തം കട്ട പിടിക്കാൻ പാടില്ല. കാരണം രക്തം എന്താ പറയാ, വളരെ നല്ല രീതിയിലുള്ള ഫ്ലോ വേണം അതിന്, അല്ലെ? അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കാൻ, അല്ലെ, രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേര് ഹെപ്പാരിൻ എന്നാണ്. എന്താ വിളിക്കണേ ആ വസ്തുവിനെ? ഹെപ്പാരിൻ എന്ന് വിളിക്കുന്നു. ഇനി വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഉണ്ടല്ലോ, ആ വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് നമ്മൾ വിളിക്കുന്നത് നെഫ്രക്ടമി എന്നാണ്. എന്താ വിളിക്കുക? നെഫ്രക്ടമി എന്ന് വിളിക്കും. അപ്പൊ വൃക്ക തകരാറിലാകുമ്പോൾ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ ഹീമോഡയാലിസിസ് എന്ന് വിളിക്കുന്നു. വൃക്ക മാറ്റിവെക്കൽ ആദ്യമായി നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറെയാണ്. കൃത്രിമ വൃക്ക ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് വില്യം ജോഹാൻ കോഫ് ആണ്. നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഡയാലിസിസ് യൂണിറ്റിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനായി ഉപയോഗിക്കുന്ന വസ്തു ഹെപ്പാരിൻ ആണ്. വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയെ നെഫ്രക്ടമി എന്നാണ് വിളിക്കുന്നത്. ഇനി വൃക്കയിലോ അതുപോലെ തന്നെ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടും. ചിലപ്പോൾ വൃക്കയിലാകാം, അല്ലെങ്കിൽ എവിടെയായിരിക്കാം? മൂത്രപഥത്തിലാകാം. അവിടെ എന്താ അടിഞ്ഞുകൂടുന്നത്? കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടുന്നു. അങ്ങ് കാൽസ്യം ലവണങ്ങൾ തരിതരിയായി അടിഞ്ഞുകൂടുന്ന ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്നു വൃക്കയിലെ കല്ല്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയണത്? അയ്യോ, അങ്ങേർക്ക് വൃക്കയിലെ കല്ലാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വൃക്കയിലെ കല്ലാണ്. ഈ വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി കാൽസ്യം ഓക്സലേറ്റ് ആണ്. ഇത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ വൃക്കയിലെ കല്ല് എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. അതിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം ഓക്സലേറ്റ് ആണ്. അങ്ങനെ വൃക്കയിൽ കല്ലൊക്കെ വന്നിട്ട് ഭയങ്കര വേദന ഉണ്ടാവും ആൾക്കാർക്ക്. ആ വേദനയെ നമ്മൾ വിളിക്കുന്നു റീനൽ കോളിക്. എന്താ വിളിക്കുക? റീനൽ കോളിക്. ആ വേദനയുടെ പേര് റീനൽ കോളിക് എന്നാണ്. അപ്പോ വൃക്കയില് എന്താ പറയുന്നത്? വൃക്കയിലോ അല്ലെങ്കിൽ മൂത്രപഥത്തിലോ കാൽസ്യ ലവണങ്ങള് തരിതരിയായിട്ട് അടിഞ്ഞുകൂടുന്ന അവസ്ഥ വൃക്കയിലെ കല്ലാണ്. വൃക്കയിലെ കല്ല് ശാസ്ത്രീയപരമായിട്ട് കാൽസ്യം ഓക്സലേറ്റ് ആണ്. അങ്ങനെ കല്ലുണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേദന വരില്ലേ? ആ വേദനയെ നമ്മൾ റീനൽ കോളിക് എന്ന് വിളിക്കുന്നു. ഇനി വൃക്ക തകരാറിലാവുമ്പോൾ അല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു മൂലകം ഏതാണ്? വൃക്ക രോഗത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട മൂലകം കാഡ്മിയാണ്. ഏത് മൂലകമാണ്? കാഡ്മിയം ട്ടോ. വൃക്ക രോഗത്തിന് കാരണമാകുന്ന പ്രധാന മൂലകം കാഡ്മിയാണ്. വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയ്ക്ക് നമ്മൾ നെഫ്രൈറ്റീസ് എന്ന് വിളിക്കും. വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയ്ക്ക് നമ്മൾ എന്ത് പേരിട്ട വിളിക്കുക? നെഫ്രൈറ്റീസ് എന്ന് വിളിക്കൂ ട്ടോ. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. രണ്ട് വൃക്കയും പ്രവർത്തിക്കണില്ലാച്ച ആ അവസ്ഥയെ നമ്മൾ യുറീമിയ എന്ന് വിളിക്കുന്നു. വൃക്കയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചികിത്സ നടത്തുക? ഒരു ചികിത്സയെ പറ്റുള്ളൂ, അത് ഡയാലിസിസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ADHന്റെ കുറവ് മൂലം. എന്തിന്റെ? ADHന്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറംതള്ളുന്ന അവസ്ഥയ്ക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. എന്താണ്? ADHന്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മള് പല പാമ്പുകളും നമ്മൾ കടിക്കും അല്ലെ? ഓരോരുത്തരൊക്കെ പാമ്പ് കടിക്കും. അങ്ങനെ അണലി കടിച്ചാല് നമ്മുടെ ശരീരത്തില് അണലി ആണ് കടിക്കുന്ന അണലി വിഷം ശരീരത്തില് നമ്മളെ ബാധിക്കുന്ന അവയവം വൃക്കയാണ്, അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. ചിലപ്പോ അവയവങ്ങളുടെ പേരാ തരിക. അങ്ങനെയാണെങ്കിൽ വൃക്ക, അല്ലെങ്കിൽ നമ്മൾ രക്തപര്യന വ്യവസ്ഥ. അപ്പൊ അണലി വിഷം ശരീരത്തെ ബാധിക്കുന്നത് വൃക്കയെ അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയെയാണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികത്തരിയായി അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ നമ്മൾ എന്താ വിളിക്കുക? വൃക്കയിലെ കല്ല് എന്ന് വിളിക്കും. വൃക്കയിലെ കല്ലാണ് എന്ന് പറയും. ആ വൃക്കയിലെ കല്ല് ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ കാൽസ്യം ഓക്സലേറ്റ് ആണ് മക്കളെ. അങ്ങനെ വൃക്കയിലെ കല്ല് വരുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ വരും. നമുക്ക് ആ വേദനയെ നമ്മൾ റീനൽ കോളിക് എന്ന് വിളിക്കും.
ഉം. ഇനി ഇങ്ങനെയല്ലാണ്ട് പലതരത്തിലെ അസുഖങ്ങൾ വരാലോ. അങ്ങനെ വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു മൂലകാണ് കാഡ്മിയം. മനസ്സിലാവുണ്ടോ? ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് വൃക്കയ്ക്ക് അണുബാധയും വരാം. പല കാരണം കൊണ്ട് അണുബാധ വരാം. അണുബാധ ഉണ്ടായാൽ നമ്മൾ അതിനെ വിളിക്കും നെഫ്രൈറ്റിസ്. ഇനി നമുക്ക് രണ്ട് വൃക്കയുണ്ടെന്ന് പറഞ്ഞു, ഒരു ജോഡി വൃക്കകളാന്ന് പറഞ്ഞു. ഈ രണ്ട് വൃക്കയും പ്രവർത്തിക്കില്ല വെച്ചാൽ ആ അവസ്ഥയെ നമ്മൾ യുറീമിയ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? യുറീമിയ എന്ന് വിളിക്കും. ഇനി അടുത്തത് വൃക്ക തകരാറിലായ നമ്മൾ എന്ത് ചികിത്സയാണ് നടത്തുക? ഡയാലിസിസ് ആണ് നടത്തുക. ADH-ന്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറംതള്ളുന്ന അവസ്ഥയെ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മള് പാമ്പ് കടിയേറ്റ്, അതിപ്പോ പാമ്പ് കടി എന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. അതായത് ഇപ്പൊ മൂർഖന്റെ ഒക്കെ ആണെങ്കിൽ മൂർഖൻ പാമ്പ കടിക്കണ വെച്ചാൽ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയെ അത് ബാധിക്കാം. അണലിവിഷം ബാധിക്കുക എങ്ങനെയാണ്? രക്തപര്യന വ്യവസ്ഥയെ അല്ലെങ്കിൽ വൃക്കയാണ് ബാധിക്കുക. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ നമ്മുടെ രക്തവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രക്തമല്ല, വൃക്കയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ വിസർജന വ്യവസ്ഥയാണ് പഠിച്ചല്ലേ. വിസർജന വ്യവസ്ഥയിൽ വൃക്കയുണ്ട്, കരളുണ്ട്, തൊക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇപ്പൊ വൃക്ക പഠിച്ചു, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? കരളിനെ കുറിച്ചും അതുപോലെ തന്നെ ത്വക്കിനെ കുറിച്ചും പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് കേട്ട് നോട്ട് എഴുതിയെടുത്ത് ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ മുമ്പിൽ ഇനി സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി വേണം നിങ്ങൾ എല്ലാവരും പഠിച്ചു മുന്നോട്ട് പോകാൻ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം SCERT പുസ്തകങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.